ഞാൻ ജെഫി. എല്ലാ ഗവൺമെൻറ്റും പറയുന്ന പോലെ എന്തൊക്കെ ഓഫറുകളാണ് ഒരു സാധാരണക്കാരന് ലഭിക്കുന്നത്? ഇതാണ് എൻ്റെ അന്വേഷണം. ഈ അന്വേഷണത്തിന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഖാദി ബോർഡിൽ ഒരു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഖാദി ബോർഡിൻ്റെ കീഴിലൊരു വായ്പ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത് റിജക്റ്റ് ചെയ്തതിന് കാരണം ഇൻ്റർവ്യൂ ഭയങ്കര ഭയങ്കര കുറേ പേര് ചുറ്റും കൂടി നിന്നിട്ട് നിങ്ങളെന്തുകൊണ്ടോ ഇത്ര നാളായിട്ട് ക്യാമറ വാങ്ങിക്കാൻ പറ്റാതിരുന്നത്, നിങ്ങൾക്ക് എന്തിനാ ലോണിൻ്റെ ആവശ്യം നിൽക്കുന്നു? അപ്പോൾ ഞാൻ സിനിമ പ്രവർത്തനമായിരുന്നു, സിനിമയുടെ പുറകെയായിരുന്നു. അത് സിനിമ ആ തൊഴിൽ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. അത് ആ തൊഴിൽ മേഖല നശിച്ചു. അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ടൊരു ബെനിഫിറ്റ് ഉണ്ടായില്ല. അതിനെനിക്കൊന്നും സാമ്പത്തികമായിട്ടൊന്നും ബെനിഫിറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ലോണിന് അപ്ലൈ ചെയ്തതെന്ന് പറയുന്നത്. ഇത്തരം ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. എന്നിട്ട് അവർ എൻ്റെ സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചേക്കുന്നത് ഈ ഡസൺ ഫോട്ടോഗ്രാഫി ടെക്നോളജി എന്നാണ് അവർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ എൻ്റെ ക്യാമറയുമായിട്ട് പോകുന്നത്. നിലവിൽ ഞാനൊരു മതത്തിന് കീഴിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. ഈ കാണുന്ന വീട്ടിൽ കാണുന്ന എൻ്റെ ചുമരിൽ കാണുന്ന രൂപങ്ങളെല്ലാം എൻ്റെ മാതാപിതാക്കൾ അവരുടെ വിശ്വാസം മാത്രമാണ്, എൻ്റെ വിശ്വാസമല്ല. ഞാനൊരു മതവിശ്വാസിയല്ല, ക്രിസ്ത്യാനിയല്ല, ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മുസൽമാനല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല. കോൺഗ്രസ്സുകാരനല്ല, കമ്മ്യൂണിസ്റ്റുകാരനല്ല, മാണി കോൺഗ്രസിൻ്റെ ആളല്ല, കേരള കോൺഗ്രസിൻ്റെ ആളല്ല, ഒരു ജാതി രാഷ്ട്രീയത്തിൻ്റെ ആളല്ല, വക്താവല്ല. ഇവിടെ ഐ ആം ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഒരു ഇന്ത്യക്കാരന് ലഭിക്കേണ്ട അവകാശവാദങ്ങൾ, അവകാശം, ഇന്ത്യക്കാരന് ലഭിക്കേണ്ട അവകാശം, ന്യായമായി ലഭിക്കേണ്ട അവകാശം, അതിനുവേണ്ടിയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ശ്രമം നീതി ലഭിക്കുന്നതിനുണ്ടായിട്ടുള്ള ഒരു ശ്രമം. എൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ് 6 മാസം മുമ്പ് എനിക്ക് ലഭിച്ച എൻ്റെ പഴയ ലോണിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞുകൊണ്ട് വില്ലേജ് ഓഫീസർ പറഞ്ഞിരിക്കുന്ന പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണമെന്നാണ്. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ഇന്നത്തെ ദിവസം രണ്ടാമതായി എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. എൻ്റെ വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ട റേഷൻ കാർഡ്, എൻ്റെ റേഷൻ കാർഡുമായിട്ടാണ് വരാൻ പറഞ്ഞത്. റേഷൻ കാർഡും എൻ്റെ SSLCയുടെ സർട്ടിഫിക്കറ്റും എല്ലാം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇനി വില്ലേജ് ഓഫീസിലേക്ക് പോവുകയാണ്. ഞാൻ പുറപ്പെടുമ്പോൾ പറ്റാവുന്ന ഒരു പ്രായോഗികമായ പ്രശ്നം, ഞാൻ എൻ്റെ ഈ ക്യാമറയുമായാണ് ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് ഈ ക്യാമറയുമായി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന നിയമപരമായ പ്രശ്നങ്ങൾ എനിക്കതറിയില്ല. ഒരു ക്യാമറയുമായി ഒരേ സമയം ക്യാമറയും എൻ്റെ സർട്ടിഫിക്കറ്റുമായി കടന്നു ചെന്ന് വരുമാന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ, അത് നിയമപരമായി അതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുന്നതിനായി കാലടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ക്യാമറയുമായി എനിക്ക് ഇത് കടത്തിക്കൊണ്ടുപോകാനുള്ള സർട്ടിഫിക്കറ്റാണ് എനിക്ക് പോകേണ്ടത്. അതിനുള്ള പെർമിഷൻ അത് ചോദിക്കാൻ വേണ്ടി ഞാൻ കാലടി പോലീസ് സ്റ്റേഷനിലേക്കാണ് ആദ്യം പോകുന്നത്. ഓക്കെ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ ഓക്കെ വില്ലേജ് ഓഫീസ് മുതൽ ഒരു സാധാരണക്കാരായ ഇന്ത്യൻ ഇവിടെ ഞങ്ങൾ എന്താണ് പെർമിഷൻ വില്ലേജ് ചെയ്യണം. ദിവസമല്ല, ഞങ്ങൾ കുറേ നാളെ ഇതിൻ്റെ കാര്യങ്ങൾക്കൊന്നും അന്വേഷിച്ചിട്ടില്ല. എല്ലാ തരത്തിലും അല്ല, ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ട് ഇവിടെ തള്ളിക്കളയും. വില്ലേജ് ഓഫീസിൽ പെർമിഷൻ തന്നെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ ഫോട്ടോ പിടിക്കുന്നത്. വീഡിയോ അറിയാവുന്നതാണ് വീഡിയോയിൽ പിടിച്ചോട്ടെന്ന് ചോദിക്കും.
ആ അതവിടെ അപേക്ഷ കൊടുക്കുമ്പോൾ കിട്ടും. ഇവിടുന്ന് ഞങ്ങൾക്കുള്ള ഈ അപേക്ഷ എവിടെയല്ല സാറിൻ്റെ, നിങ്ങൾ താലൂക്ക് ഓഫീസിൽ കൊടുക്കും. മനസ്സിലായില്ലേ? ഞാൻ പറയില്ലേ, വാട്ടർ കണക്ഷനുള്ള നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞതാണ്, നിങ്ങൾ ശരിയായ റൂട്ടിലല്ല പോകുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞു തന്നത്. വാട്ടർ കണക്ഷനുള്ള അപേക്ഷ അവിടെ തന്നാൽ ഞങ്ങൾ സ്വിഫ്റ്റ് എടുത്ത കാര്യമുണ്ട്. ഞങ്ങൾക്കൊന്നും വാട്ടർ കണക്ഷൻ തരാൻ പറ്റില്ല. വില്ലേജ് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് ഉള്ള അധികാരമില്ല, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റില്ല. വില്ലേജ് തഹസിൽദാരാണ് സാങ്ഷൻ ഉണ്ടായാലും ഞങ്ങളുടെയൊക്കെ ഒത്തിരി മുകളിലുള്ള ആൾക്കാരാണ്. മനസ്സിലായി? അതാണ് എൻ്റെ സംഭവം. വില്ലേജ് പോലീസിൻ്റെ പണിയല്ലെന്നാണ്. അപ്പം നിങ്ങളുടെ പെരുമാറ്റത്തിലുള്ള കുഴപ്പം കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഷൺമുഖൻ ഇതിനെ സംബന്ധിച്ച് ഷൺമുഖൻ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് ഭയങ്കരമായ ധാർഷ്ട്യമാണ്. ഈ ധാർഷ്ട്യത്തെ സംബന്ധിച്ച് ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, ഇത് ഏതാണ്ട് അവരുടേതായ സ്വന്തമായ കാര്യം പോലെ പരമാവധി ആളുകളെ ചുറ്റിക്കുക, ആളുകളെ വിട്ടുമുട്ടിക്കുക. പിന്നെ വരുന്ന ആൾ നമുക്ക് യാതൊരു കഴിവില്ല, സൗമ്യമായ ഭാഷയെ സംസാരിക്കുക, നല്ല രീതിയിൽ പെരുമാറുന്ന അത്തരം ആളുകൾ നമ്മളോട് ഒരു ശരിക്കും ഒരു ഗവൺമെൻറ് ജീവനക്കാർ ആളുകളെ സഹായിക്കാവുന്നതാണ്. അത് വരുമ്പോൾ തന്നെ അദ്ദേഹത്തെ റിട്ടയറായ ഒരാൾക്കുടെ ഒരു സ്വാധീനം ഇവിടെയുണ്ട്, ചന്ദ്രൻ നായകരുടെ പേര്. അയാളാണ് ഇടനിലക്കാരൻ. അയാളെ വെച്ച് ഒരു വർഷം തന്നെ 3-4 പ്രാവശ്യം കറണ്ട് ഇട്ട് കൊടുക്കുന്ന പ്രവണതയും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരായിട്ട് ശക്തമായ രീതിയിൽ പല ആളുകളും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ പറയുമല്ലോ, മിന്നൽ പരീത്, അതല്ലെങ്കിൽ ഭയങ്കര രഞ്ജൻ, അങ്ങനെ എസ്ഐമാരൊക്കെ വമ്പൻ എന്ന് പറയുന്ന പോലെ ഈ കാലടി വില്ലേജ് ഓഫീസിൽ ഷൺമുഖൻ എന്ന് പറഞ്ഞ ആളുകൾക്ക് അറിയാം. പ്രായമുള്ള ആളുകൾ പൈസ വേണം, അതാണ് ഉദ്ദേശം. പുള്ളിക്ക് പൈസ വേണം, അതാണ് ഉദ്ദേശം. പൈസ മാത്രമല്ല വേറെ പ്രവണത പറഞ്ഞത്, സർക്കാരിൻ്റെ പൈസ ബാങ്കിൽ അടയ്ക്കാൻ പോയാൽ, എന്താണ് സർക്കാരിൻ്റെ പൈസ ബാങ്കിൽ അടയ്ക്കാൻ പോയാൽ തിരിച്ച് ഓഫീസിൽ വരണ്ട എന്ന് എങ്ങനെ എഴുതി വെച്ചിട്ടില്ല, പക്ഷേ വരവില്ല. അങ്ങനെ പല ആളുകളെ നിർത്താം കണ്ട്, അല്ലെങ്കിൽ അതിനു ശേഷം വരുമ്പോഴാണ് ആളില്ല എന്നറിയുന്നത്. അപ്പം ആ രീതിയിലുള്ള എന്നാൽ ഇയാളിൻ്റെ ഒരു ശാപമാണ്. പ്രത്യേക റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചൊരു ശാപം, നമ്മുടെ ഈ കാലടി വില്ലേജിനെ സംബന്ധിച്ച് ഒരു ക്യാൻസറാണ്. നമുക്ക് നിയമപരമായിട്ട് എങ്ങനെ നേരിടാൻ പറ്റും? നിയമപരമായിട്ട് നേരിടണമെന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസറെ സംബന്ധിച്ച് യാതൊരു, എന്നെ സംബന്ധിച്ചിട്ടാണ് ഒരു ബലമില്ലാത്തതാണ്. സാധാരണ നമ്മുടെ സുപ്രീം പേരെന്താ? എൻ്റെ പേര് അബ്ദുൽ. വീടോടെ ഇവിടെ മലയാറ്റൂരാണ്. അപ്പോൾ ചേട്ടനോട് സ്വാഭാവികമായിട്ട് ആര് ഷൺമുഖൻ എന്ന ആളാണ് പുള്ളിയുടെ ഡെസിഗ്നേഷൻ എന്താ? അത് വില്ലേജ് അസിസ്റ്റൻ്റാണ്. വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസറെ സംബന്ധിച്ച് വേണ്ടത് ഒബേ ആൻഡ് ഓഫ് പവറുണ്ട്. കാരണം സാധാരണ വില്ലേജ് ഓഫീസർമാരുടെ ഓഫീസിലേക്കാണ് നമ്മുടെ കീഴകടയുള്ള സ്റ്റാഫിനെ വിളിക്കുന്നത്. മറിച്ച് ഇദ്ദേഹം എന്തെങ്കിലും ആവശ്യമുണ്ട് അങ്ങനെയല്ലാണ്. അപ്പോൾ തന്നെ ആ ഓഫീസിൻ്റെ ചട്ടക്കൂടെ മാറി. അയാളെ സംബന്ധിച്ചൊരു പാവ മനുഷ്യനാണ്. അപ്പോൾ അതിന് ഓതറൈസിങ് പവറില്ല, ഓർഡറിങ് പവറില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇയാളെ പോലുള്ള ആളുകളൊക്കെ വെച്ചുകൂടി വന്ന ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഒരു ശാപമാണെന്ന് പറയാനുള്ളത്. ഓക്കെ, ഞാനൊന്ന് പോയി നോക്കാം. ഡു ഓർ ഡൈ, ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് പറയണ്ടേ? ഓക്കെ. എൻ്റെ അമ്മയുടെ ആളുകൾ വരുമാനം നേരത്തെ ഭാര്യ ഒന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വീഡിയോ അല്ല, അവിടെ ഫോട്ടോ എടുക്കേണ്ട ആൾക്കാർ, അവിടെ ആൾക്കാരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ നാട്ടിൽ മൊത്തം എന്താ പറയണ്ടേ? ഈ നാട്ടിലെന്താ നടക്കണമെന്ന് അറിയണ്ടേ സാറേ? സാധാരണക്കാരോട് എങ്ങനെ പെരുമാറും എന്നൊക്കെ അറിയണ്ടേ? അതല്ല എൻ്റെ ശരി. സാറേ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ സർട്ടിഫിക്കറ്റിൽ കിട്ടില്ല. അതിനൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പഴയ സർട്ടിഫിക്കറ്റ് അല്ലേ? നിങ്ങളുടെ ഇന്നലെ കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് അല്ല ഈ പഴയ സർട്ടിഫിക്കറ്റ്? ഞാനൊന്നും പറഞ്ഞില്ല സാറൊന്നും എനിക്ക് ചോദിച്ചില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ? എനിക്ക് പരാതിയല്ല, ആര് പറഞ്ഞു? എനിക്കൊന്നും പരാതി. പിന്നെന്താ? ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഒരു ജാതിയും വിശ്വസിക്കാത്ത മനുഷ്യനാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയും വിശ്വസിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് മാന്യമായ ഒരു ഇത് കിട്ടണം, അത്രേ ഉള്ളൂ. ഒരു സാധാരണക്കാരന് നീതി നിഷേധിക്കപ്പെടരുത്, അത്രേ ഉള്ളൂ. ഞാനൊരു കോൺഗ്രസ്സാനല്ല കമ്മ്യൂണിസ്റ്റാനല്ല, ഒരു ഇന്ത്യക്കാരൻ മാത്രം, ഇന്ത്യൻ സിറ്റിസൺ. ഓക്കെ, ഒക്കെ പറയൂ സാർ, പറയൂ പ്ലീസ്. ഇപ്പം ഈ സാറ് പറഞ്ഞ് കേൾക്കണമെന്ന് ആ സാർ ആ മനുഷ്യൻ പറഞ്ഞ് കേൾക്കണമെന്ന് ഞാൻ റിട്ടേൺ ഞാൻ ചെയ്തത്. കാരണം ഈ ധാർഷ്ട്യം കൊള്ളില്ല നമുക്ക്. ഞാൻ ചോദിച്ചത് ഷൺമുഖനെ സംബന്ധിച്ച് ഞാൻ 19 ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. സാർ മനസ്സിലാക്കണം,
ഞാനൊരു ജോലിക്കാരനാണ്. സാറിന് അറിയാലോ, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോണ ആളാണ്. അപ്പോൾ എന്നെ ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ മുഴുവൻ മറ്റുള്ളവരെ താഴെയാണ്. ഞാൻ ഇപ്പോൾ വന്നേക്കാണ്. അതായത് ഒരു വിഡോസ് വരുന്ന ആപ്ലിക്കേഷന് പ്രൊവിഷൻ ഉണ്ട്, ഹാൻഡിക്യാപ്പിന് പ്രൊവിഷൻ ഉണ്ട്, വിഡോസിന് പ്രൊവിഷൻ ഉണ്ട്. 19 തീയതി കൊടുത്താണ്. ഷൺമുഖനെ സംബന്ധിച്ച് ഇത്ര കണ്ട് ധാർഷ്ട്യമുള്ള ഒരാൾ. സാറിന് ഞാൻ ചോദിക്കട്ടെ, വായ കിടക്കുന്നതാക്കാം സൗമ്യമായി പെരുമാറാൻ നമുക്ക് യാതൊരു ചെലവില്ല. കോടാനുകോടി ചെരുമ്പോഴും ഒന്ന് പറഞ്ഞാൽ മതി, മിണ്ടാൻ പറ്റില്ല. ഈ വരുന്ന ആളുകളും ഒഫീഷ്യൽ ഞാൻ അറിയാമോ 3 ദിവസമായി. സാറിന് അറിയാൻ എവിടെ കൂടുന്നത്? ഈ ധാർഷ്ട്യം ശരിയല്ല. സാറാണ് അതോറിറ്റി, സാറ് ബില്ലിംഗ് അല്ല. സാറ് അവിടെ ചെല്ലുന്നു, സ്റ്റാഫിന്റെ അടുത്ത് കാര്യം പറഞ്ഞു. സാറിന്റെ അടുത്ത് ഇവിടെ വന്ന സ്റ്റാഫ് തന്റെ താഴെയുള്ള ആൾ. That's the formalities. Education is the manifesto of the perfection already in man. അതാണ് മനസ്സിലാക്കേണ്ടത്. സേവകനാണ്, സെർവൻ്റാണ്. സാറ് നിർത്തണം. ഞാൻ ഇന്ന് 6ാമത്തെ പ്രാവശ്യം വണ്ടി വിളിക്കാൻ തീരുമാനിച്ചേക്കാം. എഴുതാനും വായിക്കാനും കഴിവുള്ളത് കൊണ്ടാണ്. ഇതല്ലാത്തവനെ കാണിക്കണ്ടോ? കൈ വയ്ക്കും. ഞാൻ കാണിച്ചു തരാം. സംസാരിക്കൂ പ്ലീസ്. ഒരു പാവപ്പെട്ട കടലാസ് ശരിയാക്കി തരാൻ കഴിയില്ല. സാറും എക്സ്പ്രഷൻ കൊടുക്കുന്നത് 3 പ്രാവശ്യം 3 പ്രാവശ്യം ഒരു വർഷം ധാർഷ്ട്യം കാണിക്കാം. ഇതൊരു ഓഫീസല്ലേ? സാറിനെ ഞാൻ പറയുന്നില്ല. ഷൺമുഖനെ സംബന്ധിച്ച് വ്യാപകമായ പരാതി കേട്ടോ. ഇത് മാസ് പെറ്റീഷനാ. ചുമ്മാ ആളുകൾ ഒപ്പിടാണ്. പോലീസ് സ്റ്റേഷനിൽ മിന്നൽ പെരീത് വരാം, ഷാജി എന്നുള്ള SI വരാം എന്ന് പറയുന്ന പോലെ ഇപ്പൊ വില്ലേജ് ഓഫീസർ ഷൺമുഖൻ ആരാ? ഇദ്ദേഹം എനിക്ക് ബലം, അത് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബലമായ സംശയം ഈ ഷൺമുഖന്റെ സർട്ടിഫിക്കറ്റ് ശരിയാണോ? കാരണം സാമാന്യ വിദ്യാഭ്യാസമുള്ളവൻ ആളുകളോട് മോശം പെരുമാറും. ഒരു ഓഫീസ് എപ്പോൾ അടക്കുന്ന എപ്പോൾ തുറക്കുന്നതിനെ പറ്റി പബ്ലിക്കിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ ശനിയാഴ്ച 7:30 മണിക്കാണ് ഇവിടുന്ന് പോയത്. റിട്ടയർഡ് ആയവന്റെ സ്വാധീനം, അങ്ങനെ സ്വാധീനിച്ച 1500 കൊടുത്താണ് ഈ കടന്നിട്ടേക്കുന്നത്. നമുക്ക് പ്രശ്നമാണേ. 3 ദിവസേ ദൈവത്തിനെ ഞാൻ ഇദ്ദേഹത്തോടെ എങ്ങനെയാണ് പെരുമാറിയിരിക്കുന്നത്? ആരോട്? സാറിനോട്. എന്റെ സാറിന് പറ്റി യാതൊരു ആക്ഷേപമില്ലല്ലോ. പക്ഷെ ഈ കാണിക്കുമ്പോ ആർക്കെതിരെയാണ് സാർ ഇപ്പൊ സംസാരിച്ചത്? എന്റെ സാറിനോട് വീടിന്റെ ഉടമസ്ഥ ഇദ്ദേഹം പിടിച്ചെടുക്കുന്ന എന്നെ ഇത് പുറത്ത് കാണിക്കുമ്പോ ഇതാ എനിക്കെതിരല്ലേ ഈ പറയുന്നത്? സാറ് പാവാ, സാറ് ശുദ്ധമാവല്ലേ? അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. സാറ് എന്ന് തന്റെ കീഴ്ജീവനക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാം. എത്രയോ പ്രാവശ്യം കണ്ടേക്കണം. ഞാനൊരു ഓഫീസർ തന്നെ സാറേ. എന്റെ ഓഫീസിന്റെ സ്റ്റാഫിനെ പറ്റുള്ളൂ, എന്റെ ഓഫീസിൽ പറ്റുള്ളൂ. കഥയില്ല. ഞാൻ എക്സ്പീരിയൻസ് ആയേക്കാം. ബുദ്ധനെ മരത്തിന്റെ ചോട്ട് തപസ് ചെയ്തപ്പോ കിട്ടിയ വിജ്ഞാനം പോലെയാണോ നിങ്ങൾക്ക് 2 നമ്പർ ഭൂമി ഉണ്ടെന്ന് ഇപ്പൊ തോന്നിയിരുന്നത് ഒരു പാവം മനുഷ്യനോട്? ഇല്ലെന്ന് നിഷേധിക്കട്ടെ. ആരാണ് ചോദിച്ചത്? ഷൺമുഖൻ ഒരു പേര് നശിപ്പിച്ചു കളഞ്ഞല്ലോ. നിങ്ങൾക്കൊന്നും പറയാനല്ലേ ഷൺമുഖനെ കുറിച്ച്? ഞാൻ നിങ്ങൾക്കെതിരല്ല, പക്ഷേ നിങ്ങൾ പറയൂ. ഓഫീസിൽ ഉപയോഗിക്കേണ്ട ശ്രീബുദ്ധൻ മരത്തിന്റെ സോറി സാർ, എനിക്ക് എക്സ്പ്ലനേഷൻ പ്ലീസ്. ഞാൻ ഒരു ഇന്ത്യക്കാരാണ്, നികുതി എടുത്തവനാണ്. ഒന്നും പറയല്ലേ ഷൺമുഖനെ കുറിച്ച്? ഷൺമുഖൻ അത്രയ്ക്കും നല്ലവനാണ്. ഹലോ എക്സ്ക്യൂസ് മീ സാർ. ആരെങ്കിലും ഉടക്കിയാൽ നമ്മുടെ വില്ലേജിൽ കരം തീർത്ത കടലാസിൽ ആ അറ്റത്തുള്ള നിലമുണ്ടല്ലോ ഒപ്പിച്ചിടും. പിന്നെ 4-5 കമ്മിറ്റി കൂടണം. വില്ലേജ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അവിടുത്തെ ഓഫീസർ. അവനറിയാം 2-3 കേസ് എൻ്റെ കയ്യിൽ വന്നിട്ട് അതിരിപ്പുണ്ട്. ഈ പാവങ്ങൾക്ക് വേണ്ടി അതങ്ങ് ഒഴിവാക്കിയ എന്താ കാര്യം? നിയമം ശരിയാണത്. ബുക്കിൽ കിടപ്പുണ്ട്, പഴയ ബുക്കിൽ നിലം. സത്യവും ഒക്കെ അറിയാം ആൾക്കാരുടെ ഭൂമിയാണെന്നുള്ളത്. നമുക്ക് നോക്കാം. Okay, that's happening in Kalali village. Okay, thank you. Bye bye, see you.